ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ റേഷൻ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സംസ്ഥാനത്ത് ഇപ്പോൾ റേഷൻ മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒക്ടോബർ 8-നകം തന്നെ മസ്റ്ററിംഗ് നടപടികൾ പൂർത്തിയാക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് ഇപ്പോൾ മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ എന്നീ ജില്ലകളിലാണ്. ഒക്ടോബർ 1 വരെയാണ് ഈ ജില്ലകളിലെ റേഷൻ ഗുണഭോക്താക്കൾക്ക് മസ്റ്ററിംഗ് ചെയ്യുവാനായുള്ള സമയം അനുവദിച്ചിരിക്കുന്നത്. ഒക്ടോബർ 1-ന് ശേഷം 3 മുതൽ പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, വയനാട് എന്നീ ജില്ലകളിലാണ് മസ്റ്ററിംഗ് നടക്കുക. മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടത് സംസ്ഥാനത്തെ മുൻഗണനാ വിഭാഗമായിട്ടുള്ള മഞ്ഞ, പിങ്ക് റേഷൻ കാർഡിലെ 5 വയസ്സിന് മുകളിലുള്ള എല്ലാ അംഗങ്ങളുമാണ്. അതേസമയം ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ വിരൽ പതിപ്പിച്ച് റേഷൻ വാങ്ങിയ ഗുണഭോക്താവിന്റെ മസ്റ്ററിംഗ് സ്വമേധയാ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അതിനാൽ തന്നെയും ഇവർ മസ്റ്ററിംഗിനായി റേഷൻ കടകളിൽ പോവേണ്ടതില്ല. ഇതുകൂടാതെ കിടപ്പ് രോഗികൾ മസ്റ്ററിംഗിനായി റേഷൻ കടകളിൽ എത്തേണ്ടതില്ല. ഇവർക്ക് വീടുകളിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാനുള്ള സൗകര്യം ഒരുക്കുന്നതാണെന്ന് സിവിൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നീല, വെള്ള റേഷൻ കാർഡ് ഉടമകളും മസ്റ്ററിംഗ് ചെയ്യേണ്ടതില്ല. മറ്റൊന്ന്, 6 മാസം മുൻപ് മസ്റ്ററിംഗ് നടത്തിയപ്പോൾ പല ആളുകളും മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആളുകളും മസ്റ്ററിംഗിനായി റേഷൻ കടകളിൽ എത്തേണ്ടതില്ല. ഇനി സ്ഥലത്തില്ലാത്ത, അതായത് കേരളത്തിന് പുറത്തുപോയ ആളുകൾ നോൺ റെസിഡൻസ് ഇൻ കേരള, അതായത് NRK വിഭാഗത്തിലേക്ക് മാറണം. അതിനായി റേഷൻ കാർഡ് ഉടമ ഓൺലൈനായോ ഓഫ്ലൈനായോ ഈ സ്റ്റാറ്റസിലേക്ക് മാറുന്നതിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കണം. പിന്നീട് ഇ-പോസ് മെഷീനിൽ ഇവരുടെ പേരുകൾ കാണുകയില്ല. എന്നാൽ റേഷൻ കാർഡിൽ ഇവരുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടാകും. പക്ഷേ ഇവർക്ക് ലഭ്യമാകേണ്ട റേഷൻ വിഹിതവും ഇവർക്ക് ലഭിക്കുകയില്ല. വിദേശത്തുള്ള ആളുകൾക്ക് NRK രേഖപ്പെടുത്തുന്നതോടുകൂടി മുൻഗണനാ റേഷൻ കാർഡിന് ഇവർ അർഹരല്ലാതായി മാറും. പിന്നീട് ഇവർ സംസ്ഥാനത്തേക്ക് തിരിച്ചു വരുമ്പോൾ ഈ സ്റ്റാറ്റസ് മാറ്റി റെസിഡൻസ് ഇൻ കേരള എന്ന് മാറ്റുവാനുമുള്ള സൗകര്യമുണ്ട്. ഇനി നിങ്ങളുടെ റേഷൻ കാർഡിലെ അംഗത്തിന്റെ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് അറിയുന്നതിനായി www.epost.kerala.gov.in എന്ന വെബ്സൈറ്റിൽ കയറി ഇടത് സൈഡിൽ കാണുന്ന ബെനിഫിഷ്യറി സ്റ്റാറ്റസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അവിടെ മാസവും വർഷവും കാർഡ് നമ്പരും രേഖപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നതിനായി സാധിക്കും. ഇത്തരത്തിൽ റേഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത ഗുണഭോക്താക്കൾ ഉണ്ടെങ്കിൽ ഇവരെല്ലാവരും തന്നെ അതാത് സമയക്രമത്തിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാനായി പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.